പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ച ഒരു ചടങ്ങ് നമ്മുടെ ഒരു കൂടപ്പിറപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ PhD ഡോക്ടറേറ്റ് കിട്ടിയ ഒരു സന്തോഷ ദിനം. അത് നമ്മളൊന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടി, അവരൊന്ന് ആദരിക്കുന്നതിന്, അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഈ റിസർച്ചിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ തുടങ്ങാൻ ഭയങ്കര ആവേശമായിരിക്കും. തുടങ്ങിയൊരു പ്രത്യേക ആദ്യം അതിൻ്റെ ഒരു ടൈറ്റിൽ കണ്ടെത്താനാണ് ഏറ്റവും കഷ്ടപ്പാട്. ചെയ്തവരോട് ചോദിച്ചാൽ അറിയാം, ഇതെടുത്ത് ശരിയാവും, ഇതെടുത്ത് ശരിയാവും, ഇങ്ങനെ ആകെ കലുഷമാണ്. അത് റിസർച്ചിൻ്റെ ഒരു നല്ല സ്വഭാവമാണ്. കാരണം നമ്മൾ കൂടുതൽ ആലോചിക്കുമ്പോഴാണ് ഒന്നും ആലോചിക്കുന്ന ഭയങ്കര ആകാശം താഴെ പോയി ഒരു കലുഷതയുണ്ടാവില്ല. കൊടുത്തിട്ടുള്ള ഈ ഒരു ചെറുതാണെങ്കിലും നമ്മൾ വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു വേദിയാണ്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് ഒത്തുകൂടുന്നു. ആൾക്കാർക്കൊക്കെ ഡോക്ടറേറ്റ് പല യൂണിവേഴ്സിറ്റികളും അവാർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു നാട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് പിന്നോക്കം നിന്നിരുന്ന, പക്ഷെ എന്നാൽ ഇപ്പോൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലുള്ള അട്രാക്ഷൻസ്, വിദ്യാഭ്യാസ മേഖലയിലുള്ള വളരെ ഐക്കണായിട്ടുള്ള ആളുകളായി നമ്മുടെ സമീപവാസികൾ തന്നെ, പ്രദേശവാസികൾ തന്നെ മാറുക എന്ന് പറഞ്ഞത് വളരെ സന്തോഷം, അഭിമാനം ആയിട്ട് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഞങ്ങളെ ഗ്രാമത്തിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് നജീബ്. കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നമ്മളെക്കാൾ ഉയർത്തിയെത്തുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതും ഒരുപക്ഷെ ഈ വിഷയം കേരളത്തിൽ ആരും സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇങ്ങനത്തെ ഒരു പ്രത്യേക വിഷയമാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം സിനിമയെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും അപ്പുറത്ത് വേറെ അംഗീകാരമില്ല. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അവരുടെ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരത്തിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും രമേശൻ മാഷക്കും ഉണ്ണിമാഷക്കും എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു സ്ഥാനത്തേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന് തീർച്ചയായിട്ടും ആ ഒരു പിന്തുണ അവർക്കുള്ളത് കൊണ്ടാണ് ഈ ഉയരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസത്തെ അവരുടെ കഠിനമായ അവരുടെ പരിശ്രമം, അപ്പോൾ അവർ ധൈര്യം കാണിച്ചതിന് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് അല്ലേ? സാധാരണഗതിയിൽ പാത്രമോറിയും ഭക്ഷണം നൽകി കൊടുക്കുന്ന ഒരു സമയത്ത് പഠിക്കാൻ വിടുകയും പ്രോത്സാഹനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും മോട്ടിവേഷനാണ്. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാര്യമായി തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു അഭിനന്ദനം വർദ്ധിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മാതാപിതാക്കളെ അവരുടെ ഒരു പിന്തുണത്തിനകത്തുണ്ടാവും. ഇനിയും ഒരു ഉയർന്ന ഒരു രീതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ചെറിയ ചടങ്ങാണെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇനി ഉയർന്ന രീതിയിൽ ഈ ചടങ്ങ് നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നമ്മുടെ ജോലിക്ക് നേടി ഈ സമൂഹത്തിനും നാടിനൊക്കെ ഗുണകരമാകുന്ന രീതിയിലേക്ക് ഉയർന്നു വിടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ പൊന്നാട അണിയിച്ചപ്പോൾ അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുകയായിരുന്നു. എനിക്ക് തോന്നിയൊരു ഫീൽ എന്താ സമയത്ത് വെച്ചാൽ, ഈ വലിയൊരു ഹോണർ, ഡോക്ടറേറ്റ് എന്ന് പറയുന്ന വലിയൊരു ഹോണർ അവർക്ക് കിട്ടുന്ന അതേ മുഖഭാവവും സന്തോഷമായിരുന്നു നമ്മുടെ ഈ ചെറിയ വായനശാലയുടെ ഒരു പൊന്നാട പ്രസിഡന്റും സെക്രട്ടറിയും കൂടി രക്ഷാധികാരികളുടെ സാന്നിധ്യത്തിൽ അണിയിച്ചപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന ഭാവം, ആ ഒരു സന്തോഷം തന്നെയാണ്. അത് നമ്മുടെ ഈ വായനശാലയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം ഇനിയിപ്പോൾ അവരോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ അത്യുന്നതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൊസൈറ്റിക്ക്, നമ്മുടെ ഈ സമൂഹത്തിന് ഏറ്റവും അധികം മാതൃക കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇപ്പം അവർക്കുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ ഈ വായനശാലയ്ക്കും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇന്നലെ മുതൽ വളരെ സന്തോഷത്തിലാണ്. അതിനൊരു പ്രധാന കാരണം നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള നിജുമിനിസ ഡോക്ടറേറ്റ് ലഭിച്ചതിൽ നമ്മളൊരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച സമയത്താണ്. നാട്ടിനെ പോലുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്ന് BA എക്കണോമിക്സ് കഴിഞ്ഞ് ഹൈദരാബാദിലേക്ക് PG പഠിക്കാൻ പോയതായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ. ലൈഫിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ജേണി ആയിരുന്നു അത്. അപ്പോൾ അതിൽ പലരും രക്ഷിതാക്കളോട് പറയാനുള്ള കാര്യം നമ്മളെ കുട്ടികളെ ആദ്യം നമ്മളെ ബോർഡർ വിട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്നാമത് ഉപ്പയാണ്. ഉപ്പ ആ ധൈര്യ സമയത്ത് എന്നെ വിട്ടു. ട്രെയിൻ കയറി ഹൈദരാബാദിലേക്ക് പോയിക്കോന്ന് പറഞ്ഞ് ഉപ്പ വിട്ടു. പിന്നെ ഉപ്പാൻ്റെ കൂടെ കാക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സാധാരണ വീട്ടിനകത്തുള്ളവരാണല്ലോ പെൺകുട്ടികളെ യാത്ര ചെയ്യാൻ അനുവദിക്കാൻ തടസ്സം. അപ്പോൾ എല്ലാവർക്കും ആ കോൺഫിഡൻസിലും ആ വിശ്വാസത്തിലും എന്നെ വിട്ടത് കൊണ്ടാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഏതെങ്കിലും പ്രാദേശിക തലത്തിൽ നിന്ന് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്ര അത് കുറേ ഒരു വലിയ അധ്യായമാണ് ഒരു PhD യാത്ര എന്നുള്ളത്. അതിൽ ഏറ്റവും മനസ്സിനെ സ്വാധീനിച്ച ഏതെങ്കിലും സിനിമ അങ്ങനത്തെ തോന്നിയ അനുഭവങ്ങളുണ്ടോ? അതെ, ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ IV ശശിയുടെ അങ്ങാടിയാണ്. ഒരു മുസ്ലിം കൾച്ചറൽ സാമൂഹിക ജോഗ്രഫിക് ശാസ്ത്രം ഭംഗിയായിട്ട് ചെയ്ത ഒരു സിനിമ. അതിലും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും IV ശശിയാണ് മുസ്ലിം സംബന്ധിയായ കൾച്ചറൽ ഭൂമികയെ ഏറ്റവും ഭംഗിയായി എടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. പങ്കെടുത്ത എല്ലാവർക്കും മൊത്തമാക്കി നന്ദി പറഞ്ഞുകൊണ്ട്